നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം രണ്ടാം ദിനം പിന്നിടുന്നു. നൃത്തവേദിയിൽ കാണികളുടെ തിരക്ക് കൂടുന്നു. 6000 പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു. പുനലൂരിലെ ATMകൾക്ക് അടിയന്തര സുരക്ഷ ഉറപ്പാക്കാൻ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ദിനം പിന്നിട്ടു. നൃത്ത മത്സരങ്ങൾ അരങ്ങേറിയ പ്രധാന വേദിയിൽ കാണികളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. കലോത്സവ വേദിയിലെ ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും രണ്ടാം ദിനത്തിൽ നൃത്ത ഇനങ്ങൾക്കായിരുന്നു ഏറെ പ്രാധാന്യം. ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രതിഭകൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരച്ചു. പ്രധാന വേദിയായ 1ാം നമ്പർ വേദിയിലാണ് നൃത്ത ഇനങ്ങൾ നടന്നത്. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നിവ കാണുന്നതിന് പ്രേക്ഷകരുടെ വലിയ തിരക്കായിരുന്നു. മറ്റു വേദികളിൽ ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, സംഘഗാനം, ഗാനമേള, വൃന്ദവാദ്യം എന്നിവയും നടന്നു. ജില്ലാ മത്സരത്തിൽ യോഗ്യത നേടുന്നതിന് കടുത്ത മത്സരങ്ങളാണ് ഓരോ വേദിയിലും നടന്നത്. കലോത്സവം രണ്ടാം ദിനം പിന്നിടുമ്പോൾ HS വിഭാഗത്തിൽ പുനലൂർ സെന്റ് ഗ്രേറ്റി സ്കൂളും, UP വിഭാഗത്തിൽ NSV വാളക്കോടും, LP വിഭാഗത്തിൽ ഗവൺമെന്റ് LPS കുതിരച്ചിറയും പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി. 5 വേദികളിലായി നടന്ന വിവിധ മത്സരങ്ങളിലായി ഉപജില്ലയിലെ 28 സ്കൂളുകളിൽ നിന്നായി 6000-ത്തിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലോത്സവം 2 ദിനങ്ങൾ പിന്നിടുമ്പോൾ HS വിഭാഗത്തിൽ 57 പോയിന്റ് നേടി പുനലൂർ സെന്റ് ഗ്രേറ്റി 1ാം സ്ഥാനവും, 51 പോയിന്റോടെ പത്തനാപുരം മൌണ്ട് താബോർ HS 2ാം സ്ഥാനവും, സെന്റ് സ്റ്റീഫൻസ് HS 45 പോയിന്റോടെ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 38 പോയിന്റോടെ NSV വാളക്കോട് 1ാം സ്ഥാനത്തും, 33 പോയിന്റോടെ MTGHS പത്തനാപുരം 2ാം സ്ഥാനത്തും, 31 പോയിന്റോടെ ഗവൺമെന്റ് HS പുനലൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ ഗവൺമെന്റ് LPS കുതിരച്ചിറ 28 പോയിന്റോടെ 1ാം സ്ഥാനത്തും, മദർ സൂസൻ പത്തനാപുരം 23 പോയിന്റോടെ 2ാം സ്ഥാനത്തും, തൊളിക്കോട് ഗവൺമെന്റ് UPS 19 പോയിന്റോടെ 3ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. UP വിഭാഗം സംസ്കൃതത്തിൽ കറവൂർ PNKM UPS 48 പോയിന്റോടെ 1ാം സ്ഥാനത്തും, ഗവൺമെന്റ് UPS പുനലൂർ 42 പോയിന്റോടെ 2ാം സ്ഥാനത്തും, 35 പോയിന്റോടെ ചെമ്മന്തൂർ UPയും 3ാം സ്ഥാനത്തും എത്തി. മത്സരങ്ങൾ 7-ാം തീയതി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് ഏനാദിമംഗലം മണ്ഡലം പ്രസിഡന്റ് ജിജോയുടെ വാഹനമാണ് അഗ്നിക്കിരയായത്. കാർപോർച്ചിൽ കിടന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ മണൽ ലോബികളെന്ന് സംശയിക്കുന്നതായി ആരോപണം. കഴിഞ്ഞ രാത്രിയിൽ 2 മണിയോടെയാണ് 2 വാഹനങ്ങൾ അക്രമികൾ തീയിട്ടു നശിപ്പിച്ചത്. പത്തനാപുരം പുതുവൽ വിളനിലത്ത് വീട്ടിൽ ജിജോയുടെ KL 3Q 484 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള സ്കോർപിയോ വാനും, പുതുവൽ ബിജു ഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാബുവിന്റെ ഹീറോ ഹോണ്ട ബൈക്കുമാണ് അക്രമികൾ തീയിട്ടു നശിപ്പിച്ചത്. ജിജോയുടെ പേരിലുള്ള സ്കോർപിയോ വാൻ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. യൂത്ത് കോൺഗ്രസ് ഏനാദിമംഗലം പ്രസിഡന്റാണ് ജിജോ. അഗ്നിക്കിരയായ വാഹനങ്ങളുടെ ഉടമകളായ ജിജോയും ബാബുവും സുഹൃത്തുക്കളാണ്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിലനികത്തുന്നത് തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ ജിജോയുടെ നേതൃത്വത്തിൽ കൊടികുത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ പേരിൽ നടത്തിയ പകപോക്കലോ രാഷ്ട്രീയ വിരോധമോ ആകാം സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. 2 വാഹനങ്ങളും ഒരേ സമയത്താണ് തീയിട്ടിരിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് കതക് തുറന്ന് വെളിയിലിറങ്ങിയ ജിജോയും ഭാര്യയും വാഹനത്തിൽ ആളിപ്പടരുന്ന തീ കണ്ട് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ തീ പടർന്ന് വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നായപ്പോൾ
കുട്ടികളെയും എടുത്ത് അടുത്ത വീടുകളിലേക്ക് അഭയം പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ഏനാദിമംഗലത്ത് ഈ മണൽ ലോബികൾ മണ്ണ് അടിച്ചു നികത്തുന്നതിനെ നമ്മൾ പലതവണ എതിർത്തിരുന്നു. ഇന്നലെ ഏനാദിമംഗലത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ കുറച്ചപ്പുറത്ത് ഒരു കണ്ടത്തിൽ മണ്ണടിച്ചപ്പോൾ ഞാൻ അവിടെ പോവുകയും അവിടെ മണ്ണടിച്ച നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ കോൺഗ്രസിന്റെ കൊടി നാട്ടുകയും ഞാൻ ചെയ്തിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടായ സംഭവമാണിത്. അടൂരിൽ നിന്ന് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് ആളിപ്പടർന്ന തീ അണച്ചത്. അടൂർ ഡിവൈഎസ്പി അനിൽദാസ്, സിഐ മനോജ് കുമാർ, സന്തോഷ് തുടങ്ങിയവരും സയന്റിഫിക് വിദഗ്ധർ ഗോപിക, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ തുടങ്ങിയവർ എത്തി തെളിവെടുത്തു. അടൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ക്യാൻസർ ബാധിച്ച സഹപാഠിക്ക് സഹായഹസ്തവുമായി വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത്. ചടയമംഗലം ഗവൺമെന്റ് UPSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായമായി 20,000 രൂപയാണ് സഹപാഠികൾ സമാഹരിച്ചത്. ചടയമംഗലം ഗവൺമെന്റ് UPSലെ 7ാം ക്ലാസുകാരന് ചികിത്സാ സഹായവുമായി രംഗത്തെത്തിയ മഹാത്മാഗാന്ധി ഹൈസ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ ശ്രദ്ധേയമായി. ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലുള്ള നെട്ടേത്തറ തോട്ടിൻകര പുത്തൻവീട്ടിൽ സുരേഷിന്റെയും മിനിയുടെയും മകൻ സേതുമാധവനാണ് വിദ്യാർത്ഥികളുടെയും PTA-യുടെയും സഹായമായ 20,000 രൂപയുടെ ചെക്ക് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പൊതുപരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള പിതാവ് സുരേഷിന് കൈമാറിയത്. കൂലിപ്പണിക്കാരനായ സുരേഷ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നയാളാണ്. PTA പ്രസിഡന്റ് വടക്കതിൽ നാസർ, ഹെഡ്മാസ്റ്റർ മോഹൻലാൽ, ബിന്ദു പ്രകാശ്, C. അശോക് കുമാർ, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ദീർഘകാലമായി പട്ടയമില്ലാതെ സർക്കാർ ഭൂമികളിൽ അന്തി ഉറങ്ങുന്നവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. റവന്യൂ, ഫോറസ്റ്റ്, KAP എന്നീ ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷമാണ് MLA ഇക്കാര്യം അറിയിച്ചത്. വിവിധ സർക്കാർ ഭൂമികളിൽ താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. റോഡ്, തോട്, കനാൽ, വനം, ദേവസ്വം ഭൂമികളിൽ താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുവാനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചത്. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്തനാപുരത്ത് അവലോകന യോഗം നടന്നു. കേരള ഇറിഗേഷൻ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലത്തിൽ ഇതുവരെ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉടൻ നൽകും. വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 1984 പട്ടയഭൂമികളെല്ലാം അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുവരെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. ഓഫീസുകളിൽ നിന്നും പലതവണ രേഖകൾ കാണാതെ പോയിരുന്നു. തുടർന്ന് വകുപ്പ് മേലധികാരികളുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് രേഖകൾ ലഭിച്ചത്. 1971 കൈവശരേഖകൾ ലഭിച്ചവർക്കാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. മാങ്കോട്, പൂങ്കുളഞ്ഞി ഭാഗത്തെ പട്ടയ വിതരണം പൂർത്തിയായിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ തെന്മല DFIയോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കനാൽ പുറമ്പോക്ക് നിവാസികളെയും ഇതിൽ ഉൾപ്പെടുത്തും. പിറവന്തൂർ, പുന്നല, പത്തനാപുരം തുടങ്ങിയ വില്ലേജുകളിലും പത്തനംതിട്ട ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളായ കിഴക്കേ വെള്ളംതെറ്റി, ചെമ്പനരുവി എന്നീ ഭാഗങ്ങളിലും താമസിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ പട്ടയം നൽകുന്നത്. ഇറിഗേഷൻ വകുപ്പിന് ആവശ്യമായ 7.5 മീറ്റർ കനാലിന്റെ ഇരുകരകളിൽ നിന്നും എടുത്തതിനു ശേഷമാണ് പട്ടയം നൽകുക. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാവില്ലെന്നും അതിനെപ്പറ്റി ആശങ്ക വേണ്ടെന്നും MLA അവലോകന യോഗത്തിൽ കൂട്ടിച്ചേർത്തു. 84 നടത്തിയ വനം വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് നടത്തിയ ജോയിന്റ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അന്ന് പട്ടയം നൽകണമെന്ന് പറഞ്ഞൊരു ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് ഉണ്ടാക്കി. അത് ഇടക്കാലത്ത് കാണാതെ പോയിരുന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിലെ പുതിയ നമ്മുടെ തഹസീൽദാരും നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൂടി ജോയിന്റായിട്ട് താലൂക്ക് ഓഫീസറിലെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം ശ്രമം നടത്തി ആ പഴയകാല രേഖകൾ കണ്ടെത്തി. അന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുമതിയോടെ നടത്തിയ ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക്, കേന്ദ്രത്തിലേക്ക് അയക്കുകയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി ഈ സ്ഥലം 77 മുമ്പ് കൈവശം വെച്ചിരുന്നവരാണ് തെളിയിക്കുന്നവർക്ക് ഉള്ള വെരിഫിക്കേഷൻ നടത്തിയത്. ആ ലിസ്റ്റ് അനുസരിച്ച് മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കും. ഇപ്പൊ കൈവശരേഖ കൊടുത്തിരിക്കുന്നവർ പലരും ഈ ലിസ്റ്റിൽ പെടുന്നവരാണ്. മാങ്കോട്, വാഴപ്പാറ ഭാഗങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന ഈ ലിസ്റ്റിൽപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് കൈവശരേഖയ്ക്ക് പകരം പട്ടയമായി മാറും. വരുന്ന ഒരു മാസത്തിനിടെ പട്ടയ വിതരണം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രാഥമിക കണക്കുകൂട്ടൽ. പത്തനാപുരം തഹസിൽദാർ രമോദരൻപിള്ള, കോന്നി DFO പ്രദീപ് കുമാർ, പുനലൂർ DFO, കൊല്ലം RDO, ഇറിഗേഷൻ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പത്തനാപുരം റേഞ്ച് ഓഫീസർ, പൊതുപ്രവർത്തകരായ CR നജീബ്, ഷേഖ് പരീദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനം നടന്നത് രചനാ മത്സരങ്ങൾ. LP, UP, HS, HSS വിഭാഗത്തിലെ മത്സരങ്ങളാണ് നടന്നത്. കലോത്സവത്തിന്റെ ഒന്നാം ദിനമായ ബുധനാഴ്ച സാഹിത്യ മത്സരങ്ങളും രചനാ മത്സരങ്ങളുമാണ് നടന്നത്. LP, UP, HS, HSS വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. കഥാരചന, കവിതാരചന, ഉപന്യാസ രചന, ചിത്രരചന, കാർട്ടൂൺ രചന എന്നീ രചനാ മത്സരങ്ങൾക്ക് പുറമെ പദ്യം ചൊല്ലൽ, പ്രസംഗ മത്സരങ്ങൾ, അക്ഷരശ്ലോക മത്സരം എന്നിവയാണ് പ്രധാനമായും നടന്നത്. മത്സരാർത്ഥികൾക്കായി
വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയ ഫുഡ് കമ്മിറ്റിക്ക് എല്ലാ മേഖലയിൽ നിന്നും പ്രശംസ ലഭിച്ചുകൊണ്ടിരുന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം റഹീംകുട്ടി ചെയർമാനും കെ രവീന്ദ്രൻപിള്ള കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് ഭക്ഷണത്തിന്റെ ചുമതല വഹിച്ചത്. കലോത്സവത്തിനെത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നു. കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാ കമ്മിറ്റികളും വിജയകരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിലെ ATMകൾക്ക് അടിയന്തര സുരക്ഷ ഉറപ്പാക്കുവാൻ പുനലൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ATMകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പുനലൂർ പാണങ്ങാട് സ്വദേശി ജോസി ജോസഫ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും ലളിതവും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദവും സമയം ലാഭിക്കുന്നതുമായ ബാങ്കിംഗ് സംവിധാനമാണ് ATM. ഇതുവഴി ജനങ്ങൾക്ക് ബാങ്കുകളെ ആശ്രയിക്കാതെ വേഗതയിൽ പണം പിൻവലിക്കാൻ സാധിക്കുന്നു. എന്നാൽ ദിനവും ലക്ഷങ്ങളുടെ പണമിടപാട് നടക്കുന്ന ATMന് യാതൊരു സുരക്ഷയും ഒരുക്കുവാൻ ബാങ്കുകൾ തയ്യാറാവുന്നില്ല. ഇതുമൂലം നിരവധി പേർ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി പുനലൂർ പാണങ്ങാട് കടന്തോട്ട് ഹൌസിൽ ജോസി ജോസഫ് പുനലൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പുനലൂർ പ്രദേശത്തിന്റെ കിഴക്കൻ മേഖലകളിലുള്ള ATMകളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അദ്ദേഹം പോലീസ് അധികാരികൾക്ക് വേണ്ടത്ര നിർദ്ദേശം നൽകുകയും അതുപോലെ തന്നെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത ബാങ്ക് ATMകൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അതിന്റെ മേലധികാരികൾക്കെതിരെ ബാങ്ക് അധികാരികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നും മജിസ്ട്രേറ്റ് തന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉത്തരവ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ബാങ്ക് ATMകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അധികാരികളെയും അധികൃതരെയും പ്രേരിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം പല ATMകളിലും വേണ്ടത്ര വെളിച്ചമില്ല. പുനലൂർ പ്രദേശത്തെ ATMകൾക്ക് 24 മണിക്കൂറും സെക്യൂരിറ്റി ഉറപ്പാക്കുക, ATM പരിസരത്ത് രാത്രികാലത്ത് വെളിച്ചം ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KSEB എന്നിവ ശ്രദ്ധിക്കുക, കേരള പോലീസിന്റെ പട്രോളിംഗ് എല്ലാ ATMകളും കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുക, ATM പരിസരത്തെ സ്ഥിരം രാത്രികാല കിടപ്പുകാരെ ഒഴിവാക്കുക, ATM രൂപകൽപ്പനയിൽ ആവശ്യമായ മാറ്റം വരുത്തി പുനർനിർമ്മിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഈ ആവശ്യങ്ങൾ കോടതി മാനിച്ച് അടിയന്തരമായി എല്ലാ ATMലും വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് ഉത്തരവ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഫയർഫോഴ്സ് താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും മോക്ക് ഡ്രില്ലും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഓഫീസർ R. ബാബു ക്ലാസുകൾ നയിച്ചു. പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് പുനലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വ്യാഴാഴ്ച ബോധവൽക്കരണ ക്ലാസും മോക്ക് ഡ്രില്ലും സംഘടിപ്പിച്ചു. ഫയർ സേഫ്റ്റിയെക്കുറിച്ചും അഗ്നിശമന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അപകടഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുമായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. ആശുപത്രി സൂപ്രണ്ട് ഷാഹർഷായുടെ അധ്യക്ഷതയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ R. ബാബു ക്ലാസ് നയിച്ചു. ഫയർ എത്ര തരംതിരിച്ചത്? തീയെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ്, ഇങ്ങനെ 5ആയിട്ട് D ക്ലാസ് വരെ 5ആയിട്ട് തരംതിരിക്കുന്നു. B ക്ലാസ് ഫയറിനും C ക്ലാസ് ഫയറിനും ഈ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു തീപിടുത്തം, കാർബണേഷ്യസ് ഫയർ എന്ന് പറഞ്ഞ സാധാരണ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ തീ അണയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവാക്വേഷൻ ചെയ്യുന്നു. പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു പതിനഞ്ചും കയറി ചെല്ലാത്ത സ്ഥലമായിരിക്കും. അവിടെ ഞങ്ങൾ തീ അടിച്ചുകെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ശക്തിയായിട്ട് നമുക്ക് അടിച്ചുകെടുത്താൻ പറ്റുന്ന മരച്ചിലുകൾ ഒടിച്ചിട്ട് അടിച്ചുകെടുത്തിയാൽ തീ അണയും. അതേസമയം ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തീ അണയ്ക്കാനായിട്ട് ഹെക്ടർ കണക്കിന് തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് തീ അണച്ച് തീർക്കാൻ സാധിച്ചു വരുന്നില്ല. അപ്പോൾ ഒരു മലയുടെ ഭാഗത്തു നിന്ന് വേറൊരു മലയിലേക്ക് തീ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഇതിന് മറുസൈഡ് നമ്മളൊരു ഒരു ഫയർ നമ്മൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കത്തി വരുമ്പോൾ മറുഭാഗത്തു നിന്ന് തീ കത്തിച്ചു വിടും. അപ്പൊ ഈ രണ്ട് ഭാഗത്തുനിന്നും വന്ന് കത്തുന്നത് ഈ പരസ്പരം കത്തി അവിടെ ഇടിച്ചു നിൽക്കുക. പിന്നെ മറുഭാഗത്തേക്ക് തീ പടർന്നു പോകുന്നില്ല. ദേശീയ അംഗീകാരത്തിനു മുന്നോടിയായി വിദഗ്ധ സംഘം പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ആശുപത്രി ജീവനക്കാർക്ക് അഗ്നിശമന നിയന്ത്രണ പരിശീലന പരിപാടികളുടെ പോരായ്മകൾ ഉണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അതിനായാണ് ആശുപത്രി ജീവനക്കാർക്കായി ബോധവൽക്കരണ പരിപാടികളും പരിശീലനവും നടത്തിയത്. ആശുപത്രിയിലെത്തിയ ജനങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സാഹസിക പരിശീലന പരിപാടി കൌതുകത്തോടെയാണ് നോക്കിക്കണ്ടത്.
ഇങ്ങനെ വീശി എറിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആളെ മുറുകി പോരുന്നു. അപ്പോൾ ഇതുപോലെ ആളിനെ നമുക്ക് താഴെ ഇറക്കാനായിട്ട് സാധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കർഷക സംഘം ചടയമംഗലം ഏരിയ വാഹന പ്രചരണ ജാഥയ്ക്ക് നിലമേലിൽ തുടക്കം കുറിച്ചു. കർഷക സംഘം സംസ്ഥാന സമിതി അംഗം സത്യശീലൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരെ സംരക്ഷിക്കുക, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ ഏരിയ വാഹനജാഥ നിലമേലിൽ സംസ്ഥാന സമിതി അംഗം സത്യശീലൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചടയമംഗലം പഞ്ചായത്തിൽ ജാഥ ക്യാപ്റ്റൻ AM ബഷീറിന് സ്വീകരണം നൽകി. ഡിസംബർ 10 കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും തുടരുന്ന ഉപരോധ സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ചടയമംഗലം, ഇളമാട്, വെളിനല്ലൂർ, ഇട്ടിവ, കടയ്ക്കൽ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് പൂയപ്പള്ളിയിൽ സമാപിക്കും. നേതാക്കളായ മജീദ്, AM ബഷീർ, ദിവാകരൻ പിള്ള, മണികണ്ഠൻ പിള്ള, സുദേവൻ, KG രമണൻ, JP ഹരികുമാർ, ജയകുമാർ, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ഒറ്റപ്രസവത്തിൽ 3 കുട്ടികൾക്ക് ജന്മം നൽകിയ ഉമ്മണി പശുവിനെ കാണാൻ കാണികളുടെ തിരക്ക്. തഴവേൽ സ്വദേശിയായ ക്ഷീരകർഷക ഷിജിലയുടെ വീട്ടിലാണ് ഒറ്റപ്രസവത്തിൽ 3 കുട്ടികൾക്ക് പശു ജന്മം നൽകിയത്. ഉമ്മിണി പശുവിന് കിടാവുകൾ 3. അഞ്ചൽ തഴമേൽ ചൂരക്കുളത്താണ് ഈ അത്ഭുതകരമായ സംഭവം. ഉമ്മിണി പശുവിന്റെ 2ാം പ്രസവത്തിലാണ് 3 കുട്ടികൾക്ക് ജന്മം നൽകിയത്. തഴമേൽ ചൂരക്കുളം SN മൻസിലിൽ ഷിജില എന്ന ക്ഷീരകർഷക വളർത്തിയതാണ് ഈ പശുവിനെ. 2 ആൺകുട്ടികൾക്കും 1 പെൺകുട്ടിക്കുമാണ് ഉമ്മിണി പശു ജന്മം നൽകിയത്. ആദ്യ പ്രസവത്തിന് ശേഷം 25 ലിറ്റർ പാൽ ലഭിച്ചിരുന്നു. എന്നാൽ ഈ 3 കുട്ടികളും വളർച്ച എത്തുന്നതുവരെ പാൽ കറന്നു വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഷിജില ലൈവ് വാർത്തയോട് പറഞ്ഞു. രണ്ടാമത്തെ പേരാണ് ഓഷ്യൻ്റെ. ഇതിൻ്റെ ഇനമെന്ന് പറഞ്ഞാൽ അത് ഓഷ്യൻ്റെ 1ാം തരം കൂടിയ ഇനമെന്നാണ് പറയുന്നത്. പാലിൻ്റെ ഇനം, പാല് തന്നെ ആദ്യത്തെ പ്രസവത്തിന് 25 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇപ്പോഴുള്ള പാല് എന്ന് വെച്ചാൽ ഈ പ്രസവത്തിലുള്ള പാല് 3 കുട്ടികൾക്ക് കൂടെ കൊടുത്ത് വളർത്താനാണ് തീരുമാനം. അല്പം കുസൃതികളായ ഈ 3 പശുക്കുട്ടികളെയും പരിപാലിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇവരുടെ ഓട്ടവും ചാട്ടവുമെല്ലാം SN മനസ്സിലിൽ ആഹ്ലാദം ഉയർത്തിയിരിക്കുകയാണ്. ഒരു പ്രസവത്തിൽ 3 കുട്ടികൾക്ക് ജന്മം നൽകിയ പശുവിനെയും കുട്ടികളെയും കാണാൻ നിരവധി നാട്ടുകാരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ എത്തുന്നത്. പാലുൽപാദന ശേഷി കൂടുതലുള്ള ഹോഴ്സിയൻ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പശു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പുനലൂർ ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ ജനമൈത്രി പോലീസിന്റെയും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറുന്നതിന് വേണ്ടി, നിങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്. സമൂഹത്തിൽ നാളെ നിങ്ങളൊരു നല്ല ജീവിതം നയിക്കണമെങ്കിൽ, ഒരു നല്ല IAS-ഓ IPS-ഓ ഇവിടെ പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട്, ക്രമസമാധാന പാലകര, നീതി നടപ്പിലാക്കേണ്ടവർ, അതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ, സമൂഹത്തിൽ നിങ്ങൾ നല്ലവരാവണമെങ്കിൽ നിങ്ങളുടെ പ്രായം ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കേണ്ട കാലം. പുനലൂർ SI KS ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. കോട്ടയം സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് S ജയസൂര്യൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ഏറ്റവും സുപ്രധാനമായ 6 വർഷങ്ങൾ, ഈ 6 വർഷങ്ങളാണ് 9ാം ക്ലാസ് മുതൽ മുകളിലേക്ക് ഉള്ള 6 വർഷങ്ങൾ. 9ാം ക്ലാസ് മുതൽ മുകളിലേക്ക് നമ്മൾ പഠിക്കുന്ന 6 വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പിന്നീടുള്ള 80 വർഷങ്ങളെ നിശ്ചയിക്കും. അപ്പോൾ ഈ 6 വർഷക്കാലം നമ്മൾ എപ്രകാരം വിനിയോഗിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ബാക്കി ജീവിതം മുഴുവൻ. ഇപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് 9ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള 6 വർഷക്കാലം.
ഇത്രയും പ്രാധാന്യത്തോടുകൂടി ഇന്ന് സംഘടിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ സൂചിപ്പിക്കട്ടെ, ജീവിതം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത്, ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം, ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടം. ഇതും ഈ 9ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള 6 വർഷം. അതാണ്. അപ്പോൾ ഈ 6 വർഷക്കാലത്തെ ജീവിതം നമുക്ക് മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മാത്രം പോരാ, നമ്മൾ ഒറ്റയ്ക്ക് അതിനെ വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ, ഇത്തരം സെമിനാറുകൾ, വിഷയ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെയായി നമ്മൾ ബന്ധപ്പെടുന്നത്. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെയും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവബോധം വളർത്താൻ വേണ്ടിയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജനമൈത്രി സമിതി അംഗം പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, PTA പ്രസിഡന്റ് എസ് ബാലുരാജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ, ജനമൈത്രി കോർഡിനേറ്റർ ASI എസ് ശശിധരൻ, ജനമൈത്രി സമിതി അംഗം ഐക്കരക്കോണം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ CPM-ലെ വിഭാഗീയത കയ്യാങ്കളിയിലേക്ക്. CITU പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയനാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. 2 പേർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CPM-ലെ വിഭാഗീയത കയ്യാങ്കളിയിലേക്ക്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയിലെ ബഹുജന സംഘടനകളിലെ വിഭാഗീയതയാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU-വിൽ മാസങ്ങളായി രഹസ്യമായും പരസ്യമായും നിലനിൽക്കുന്ന വിഭാഗീയതയാണ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ എത്തിയത്. തമ്മിലടിയിൽ പരിക്കേറ്റ് 2 പേർ അഞ്ചലിലെ 2 സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഔദ്യോഗിക വിഭാഗക്കാരനും ബസ് തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മേഖലാ കമ്മിറ്റി അംഗവുമായ സുനിൽകുമാർ, യൂണിയന്റെ മുൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി സുധീഷ് എന്നിവരാണ് സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. കമ്മിറ്റി തീരുമാനത്തെ തുടർന്ന് മർദ്ദിക്കുകയാണെന്ന് പറഞ്ഞ് ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ സുധീഷ് പറയുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പിരിവിന് നിൽക്കുന്ന സുനിൽകുമാർ എന്ന് പറഞ്ഞ ആള് ഫോണിൽ വിളിച്ച് ബസിന്റെ വിവരം പറയാനാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഏകദേശം 12 മണിയോടുകൂടി ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അടുത്തോട്ട് ഒരു കാര്യം പറയട്ടെന്ന് പറഞ്ഞു. പോലീസ് പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു ടെമ്പോയുടെ സൈഡിലേക്ക് കൊണ്ടുപോയി, നിനക്ക് 10 രൂപ പിരിവും കൂടെ പാർട്ടി പിരിവ് തരാൻ ഒക്കത്തില്ലയോ, നിന്നെ ബസ്സിന്റെ കമ്മിറ്റി കൂടി പുറത്താക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു. എൻ്റെ ഈ ഇടത്തെ സൈഡിൽ ആദ്യം ഒരു അടി അടിച്ച്, എന്നിട്ട് ഷർട്ടിൽ പിടിച്ച് ഷർട്ട് കീറിയപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റി പോകുമെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് നടന്നിട്ട് നട്ടിന് ഒരു ചവിട്ടി ചവിട്ടിയിട്ട്, നീ കൊണ്ടുചെന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും, എനിക്ക് 10,000-5,000 രൂപയുടെ ചിലവേ ഉള്ളെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ആ സമയം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും, ഞാൻ കോമളത്ത് CPM-ന്റെ പാർട്ടി ബ്രാഞ്ച് മെമ്പറും DYFയുടെ അഞ്ചൽ ഈസ്റ്റ് വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയാണ്. പാർട്ടി ഘടകത്തിലെ എല്ലാ ആൾക്കാരെയും ഞാൻ വിളിച്ച് വിവരം ധരിപ്പിക്കുകയും, പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ DYFയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ അന്വേഷിക്കാൻ വേണ്ടിയും ചുറ്റുവട്ടത്തെ കടകളിൽ വന്ന് തിരക്കി. അയാൾ മദ്യപിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം യൂണിയൻ ഓഫീസ് തുറന്നതുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനുശേഷം വീട്ടിൽ പോയി കിടന്ന് രാവിലെ കൂടി അനക്കാൻ വയ്യാതെ വേദന കാരണം ഞാൻ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. എന്നാൽ വാഹനങ്ങൾ കൃത്യമായി സർവീസ് നടത്തുന്നില്ലെന്ന് കാണിച്ച് പരാതി നൽകി എന്നാരോപിച്ചാണ് എതിർപക്ഷം തന്നെ മർദ്ദിച്ചതെന്ന് ഔദ്യോഗിക പക്ഷക്കാരനായ സുനിൽ പറഞ്ഞു. കൊണ്ടൊരു പോകേണ്ട വണ്ടിയാണ്, ഇവിടുന്ന് പോയി നേരെ വിളക്കോട് കൊടുക്കുക. സ്റ്റേ കൊടുക്കില്ല, നീ പരാതി കൊടുക്കുകയും ചോദിച്ചിട്ട് അയച്ചു. ഇതിനു മുമ്പ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്ന കടമറ്റിന്റെ പലിശ ചോദിച്ചു താമസിച്ചു എന്ന് പറഞ്ഞ് എന്നെ അടിച്ചാൽ മതി. ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഔദ്യോഗിക നേതൃത്വം അഞ്ചലിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് നടത്തി. CITU സമ്മേളനത്തിൽ നിന്ന് ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഏകപക്ഷീയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ചിലർ ഇറങ്ങിപ്പോയത് മുതൽ ആരംഭിച്ചതാണ് ഇവിടുത്തെ ഗ്രൂപ്പ് പോര്. പലതവണ ജില്ലാ നേതാക്കൾ ഇടപെട്ടിട്ടും ഇത് പരിഹരിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് വീടിന് മുകളിൽ നിന്നും വീണു മരിച്ച മധ്യവയസ്കന്റെ മൃതദേഹം സംസ്കരിച്ചു. വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് ഫ്രാൻസിസ് ജോർജ് വീണു മരിച്ചത്. വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ വീടിന് മുകളിൽ നിന്നും വീണ് മരണമടഞ്ഞ 50 വയസ്സുകാരനായ ഫ്രാൻസിസ് ജോർജിന്റെ സംസ്കാരം ബുധനാഴ്ച നടന്നു. പത്തനാപുരം ശാലേപുരം പുത്തൻ ബംഗ്ലാവിൽ ഫ്രാൻസിസ് ജോർജാണ് വീടിന് മുകളിൽ നിന്ന് വീണ് മരണമടഞ്ഞത്. വയറിംഗ് പ്ലംബിംഗ് കോൺട്രാക്ടറായിരുന്നു മരിച്ച ഫ്രാൻസിസ് ജോർജ്. പത്തനാപുരം ശാലേപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ 3 മണിക്ക് സംസ്കാരം നടന്നു. പുതുവൽ ശാലേപുരം IBMS സ്കൂളിലെ അധ്യാപിക റീനയാണ് ഭാര്യ. അമൽ, അതുൽ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ദേശീയ പാതയോരത്ത് കിടന്നുറങ്ങിയ മദ്യപാനിയെ ഉണർത്തിയതിന് പോലീസിനും നാട്ടുകാർക്കും തെറികൊണ്ട് അഭിഷേകം. തെന്മലയിലാണ് സംഭവം. മരിയാദാസാണ് തെറിവിളിച്ച് താരമായത്. തെന്മല ജംഗ്ഷനിൽ നാട്ടുകാരെയും വഴിയാത്രക്കാരെയും ഒരുപോലെ വിറപ്പിച്ച മര്യാദയില്ലാതെ പെരുമാറിയ ഈ മാന്യന്റെ പേരാണ് മരിയാദാസ്. മദ്യപിച്ച് ദേശീയപാതയുടെ ഓരത്ത് ഉറങ്ങാൻ കിടന്ന ഇയാളെ ഉണർത്തിയതാണ് രോക്ഷാകുലനാകാൻ കാരണം. തെന്മല ഡാം ജംഗ്ഷനിലാണ് ഈ സംഭവ പരമ്പരകൾ അരങ്ങേറിയത്. 1.5 മണിക്കൂറാണ് ഇയാൾ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഉറക്കത്തിൽ നിന്നും ഉണർത്തിയവരെ തെറികൊണ്ട് അഭിഷേകം നടത്തി. റോഡിൽ നിന്നും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമവും. ഇങ്ങനെ അക്രമാസക്തനായ മരിയാദാസിനെ പോലീസ് വശത്താക്കി സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് ഉയർന്നുകേട്ട നിലവിളി മരിയാദാസ് മര്യാദരാമനായി എന്നതിനുള്ള സാക്ഷ്യപത്രമാകാം. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം 2ാം ദിനം പിന്നിടുന്നു. നൃത്തവേദിയിൽ കാണികളുടെ തിരക്ക് കൂടുന്നു. 6000 പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു. പുനലൂരിലെ ATMകൾക്ക് അടിയന്തര സുരക്ഷ ഉറപ്പാക്കാൻ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.